ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാകിസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ ടീം വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. പാകിസ്ഥാനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലത്തെ മാച്ചിൽ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നു. വലിയൊരു അട്ടിമറി വിജയമാണ് അമേരിക്ക സ്വന്തമാക്കിയത്. ഇനി പാകിസ്ഥാന്റെ അടുത്ത മാച്ച് ഇന്ത്യക്കെതിരെയാണ്. ഈ മാച്ചിൽ ഇന്ത്യ കളി ജയിച്ചാൽ പാകിസ്ഥാൻ വേൾഡ് കപ്പിൽ നിന്ന് 90% പുറത്താകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് അമേരിക്കയും ഇന്ത്യയും കയറാനാണ് സാധ്യത. ഇന്നലെ കളി തോറ്റതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പുറത്താകലിന്റെ വക്കിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയ്ക്ക് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. താരത്തിന് പരിക്കായിരിക്കുകയാണ്. കഴിഞ്ഞ അയർലൻഡുമായിട്ടുള്ള മാച്ചിലാണ് രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റത്. ബോൾ നേരെ വന്നടിച്ചത് താരത്തിന്റെ ഷോൾഡറിലായിരുന്നു. ശേഷം രോഹിത് കളി മതിയാക്കി റിട്ടയർഡ് ഹർട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. രോഹിത്തിന് ഇഞ്ചുറി ഉണ്ടെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ചിലപ്പോൾ അടുത്ത മാച്ച് നഷ്ടപ്പെട്ടേക്കും. രോഹിത് ശർമ്മ പുറത്തായാൽ സഞ്ജുവിനാണ് ലോട്ടറി അടിക്കുന്നത്. ഓപ്പണിങ്ങിൽ സഞ്ജു ആയിരിക്കും കളിക്കാൻ പോകുന്നത്. രോഹിത് ഒരു മാച്ച് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അത് രോഹിത് ശർമ്മയ്ക്ക് പണിയായിരിക്കും. കാരണം താരത്തിന് നല്ല പരിക്കുണ്ട്. സഞ്ജുവും കോഹ്ലിയും ഓപ്പണിങ്ങിലെത്തിയാൽ അത് ഇന്ത്യൻ ടീമിന് ഗുണകരമാണ്. സഞ്ജു ഓപ്പണിങ്ങിൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ രോഹിത് ശർമ്മ ഇന്ത്യയുടെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ ഇല്ലാത്തത് ഇന്ത്യൻ ടീമിന് തിരിച്ചടിയാണ്. രോഹിത് പരിക്ക് മാറി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് കരുതാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.